എടതിരുത്തി ഗ്രാമപഞ്ചായത്ത് പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനോത്സവം സംഘടിപ്പിച്ചു. എടതിരുത്തി സെന്റ് ആൻസ് സ്കൂളിൽ യു.പി. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച വായനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം.എസ്. നിഖിൽ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.ആർ. നിഖിൽ, പഞ്ചായത്ത് അംഗം പി.എ. ഷമീർ, ലൈബ്രറി കമ്മിറ്റി അംഗം ജാൻസി ജേക്കബ്, താലൂക്ക് ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗം കെ.എ. കൊച്ചുമോൻ, പഞ്ചായത്ത് സെക്രട്ടറി കെ.വി. സനീഷ്, സ്കൂൾ പ്രധാനാധ്യാപിക ലിസ്ജോ, പഞ്ചായത്ത് സ്റ്റാഫ് അംഗങ്ങളായ വിദ്യ, റഹ്മത്ത്, പ്രസീദ, ഭാഗ്യലക്ഷ്മി, ലൈബ്രറിയൻ എം.എസ്. സുബിൻ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകമുള്ളവരാവുക എന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ അങ്ങനെ പറഞ്ഞ ആളാരാ? പി.എം. പണിക്കര്. അപ്പൊ പി.എം. പണിക്കരുടെ ജന്മദിനമായിട്ടുള്ള ജൂൺ 19 നമ്മൾ വായനാ ദിനവും വായനാ വാരമായിട്ട് ഇപ്പോ നടത്തിപ്പോരുന്നത്. പണിക്കര് പി.എം. പണിക്കരുടെ ജന്മദിനം എന്ന് പറയുമ്പോൾ അദ്ദേഹം നമ്മുടെ കേരളത്തിൽ ആകമാനം ഗ്രന്ഥശാലകൾ ആരംഭിച്ചുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനമായിട്ടുള്ള പി.എം. പണിക്കര് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ നിന്നുദിച്ച വളരെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം നമ്മുടെ കേരളത്തിനെ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരെയും നല്ലൊരു സംസ്കാരത്തിന് ഉടമയാക്കണമെങ്കിൽ വായനയിൽ കൂടി അത് കഴിയുമെന്ന് ചിന്തിച്ചതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ആകമാനം ഗ്രന്ഥശാലകൾ രൂപപ്പെടുത്തിക്കൊണ്ട്